ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സാണ്. ഇനി വരാൻ പോകുന്ന ഓരോ PSCയുടെ എക്സാമിനും ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ISRO ചെയർമാനാകുന്ന ആറാമത്തെ മലയാളി വി നാരായണൻ. ISRO ചെയർമാനാകുന്ന ആറാമത്തെ മലയാളിയാണ് വി നാരായണൻ. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായ ജില്ല തിരുവനന്തപുരം. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായ ജില്ലയാണ് തിരുവനന്തപുരം. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടിയ ജില്ല തൃശ്ശൂർ. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടിയ ജില്ലയാണ് തൃശ്ശൂർ. 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യം ഇന്തോനേഷ്യ. 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യമാണ് ഇന്തോനേഷ്യ. ഒന്നുകൂടെ നോക്കാം. ISROയുടെ ചെയർമാനാകുന്ന ആറാമത്തെ മലയാളിയാണ് വി നാരായണൻ. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായ ജില്ല തിരുവനന്തപുരം. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സ്വർണ്ണക്കപ്പ് നേടിയ ജില്ല തൃശ്ശൂർ. 2025 ജനുവരിയിൽ ബ്രിക്സിൽ അംഗത്വം നേടിയ രാജ്യമാണ് ഇന്തോനേഷ്യ. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 17ാമത് ബഷീർ അവാർഡിന് അർഹനായത് PN ഗോപികൃഷ്ണൻ. കൃതി കവിത മാംസഭോജിയാണ്. വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 17ാമത് ബഷീർ അവാർഡിന് അർഹനായത് PN ഗോപികൃഷ്ണൻ. കൃതി ചോദിച്ചാൽ കവിത മാംസഭോജിയാണ്. കേരളത്തിലെ നിലവിലെ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. കേരളത്തിലെ നിലവിലെ ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ. ഇന്ത്യയിലെ ആദ്യ വനിതാ ആനപ്പാപ്പാൻ പാർബതി ബറുവ. ഇന്ത്യയിലെ ആദ്യ വനിതാ ആനപ്പാപ്പാൻ പാർബതി ബറുവ. ഭൗമസൂചിക പദവി ലഭിച്ച ആത്തൂർ വെറ്റില ഏത് സംസ്ഥാനത്തെ കാർഷിക വിളയാണ്? തമിഴ്നാട്. ഭൗമസൂചിക പദവി ലഭിച്ച ആത്തൂർ വെറ്റില ഏത് സംസ്ഥാനത്തെ കാർഷിക വിളയാണ്? തമിഴ്നാട്. അപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരക ട്രസ്റ്റിൻ്റെ 17ാമത് ബഷീർ അവാർഡിന് അർഹനായത് PN ഗോപികൃഷ്ണൻ. കൃതി ചോദിച്ചാൽ കവിത മാംസഭോജിയാണ്. കേരളത്തിലെ നിലവിലെ ജലവിഭവ വകുപ്പ് മന്ത്രിയാണ് റോഷി അഗസ്റ്റിൻ. ഇന്ത്യയിലെ ആദ്യ വനിതാ ആനപ്പാപ്പാനാണ് പാർബതി ബറുവ. ഭൗമസൂചിക പദവി ലഭിച്ച ആത്തൂർ വെറ്റില ഏത് സംസ്ഥാനത്തെ കാർഷിക വിളയാണ്? തമിഴ്നാട്. 18ാമത്തെ ലോക ചെസ് ചാമ്പ്യനായ തമിഴ്നാട്ടുകാരൻ D ഗുകേഷ്. 18ാമത്തെ ലോക ചെസ് ചാമ്പ്യനായ തമിഴ്നാട്ടുകാരനാണ് D ഗുകേഷ്. നിലവിലെ ചാമ്പ്യനായിരുന്ന ചൈനീസ് ഗ്രാൻഡ് മാസ്റ്ററായ ഡിങ് ലിറനെയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത്. അപ്പോൾ നിലവിലെ ചാമ്പ്യനായിരുന്ന ചൈനീസ് ഗ്രാൻഡ് മാസ്റ്ററായ ഡിങ് ലിറനെയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചെസ് ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യൻ താരം D ഗുകേഷ്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചെസ് ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് D ഗുകേഷ്. ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യൻ എന്ന ചരിത്ര നേട്ടം കൈവരിച്ചത് D ഗുകേഷ്. 18 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യൻ എന്ന ചരിത്ര നേട്ടം കൈവരിച്ചത് D ഗുകേഷ്. 18 വയസ്സ്. അപ്പോൾ 18ാമത്തെ ലോക ചെസ് ചാമ്പ്യനായ തമിഴ്നാട്ടുകാരനാണ് D ഗുകേഷ്. നിലവിലെ ചാമ്പ്യനായിരുന്ന ചൈനീസ് ഗ്രാൻഡ് മാസ്റ്ററായ ഡിങ് ലിറനെയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ലോക ചെസ് ചാമ്പ്യനാകുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് D ഗുകേഷ്. ഏറ്റവും പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യൻ എന്ന ചരിത്ര നേട്ടം കൈവരിച്ചത് D ഗുകേഷ്. 18 വയസ്സ്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 18. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് 18. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണം 29. 7 സ്വർണം, 9 വെള്ളി, 13 വെങ്കലം. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകളുടെ എണ്ണമാണ് 29. 7 സ്വർണവും 9 വെള്ളിയും 13 വെങ്കലവുമാണ് നേടിയത്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഒന്നാമതെത്തിയ രാജ്യം ചൈന. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഒന്നാമതെത്തിയ രാജ്യമാണ് ചൈന. അപ്പോൾ 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 18. ആകെ നേടിയ മെഡലുകൾ 29. 7 സ്വർണവും 9 വെള്ളിയും 13 വെങ്കലവും. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഒന്നാമതെത്തിയ രാജ്യം ചൈന. 10ാമത് ലോക ആയുർവേദ കോൺഗ്രസിന് വേദിയായത് ഡെറാഡൂൺ, ഉത്തരാഖണ്ഡ്. 10ാമത് ലോക ആയുർവേദ കോൺഗ്രസിന് വേദിയായത് ഡെറാഡൂൺ, ഉത്തരാഖണ്ഡ്. സ്വാതന്ത്ര്യാനന്തരം രാജ്യത്തെ ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ ആദ്യ സംസ്ഥാനം
ഉത്തരാഖണ്ഡ്. സ്വാതന്ത്ര്യാനന്തരം രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ ആദ്യ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. പക്ഷിപ്പനിയിൽ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം മെക്സിക്കോ. പക്ഷിപ്പനിയിൽ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ് മെക്സിക്കോ. അപ്പോൾ 10ാമത് ലോക ആയുർവേദ കോൺഗ്രസിന് വേദിയായത് ഡെറാഡൂൺ, ഉത്തരാഖണ്ഡ്. സ്വാതന്ത്ര്യാനന്തരം രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡ്. പക്ഷിപ്പനിയിൽ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം മെക്സിക്കോ. രാജ്യത്തെ പ്രായം കുറഞ്ഞ പൈലറ്റ് സമൈറ ഹുള്ളൂർ. കർണാടക സ്വദേശിനിയായ സമൈറ ഹുള്ളൂർ 18ാമത്തെ വയസ്സിൽ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് അഥവാ CPL സ്വന്തമാക്കി. രാജ്യത്തെ പ്രായം കുറഞ്ഞ പൈലറ്റാണ് സമൈറ ഹുള്ളൂർ. കർണാടക സ്വദേശിനിയായ സമൈറ ഹുള്ളൂർ 18ാമത്തെ വയസ്സിൽ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് അഥവാ CPL സ്വന്തമാക്കി. 2025 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്തത് റിയോ ഡി ജനീറോ, ബ്രസീൽ. 2025 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്തത് റിയോ ഡി ജനീറോ, ബ്രസീൽ. 2026 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് മൊറോക്കോയുടെ തലസ്ഥാനമായ റബാത്ത്. 2026 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് റബാത്ത്, മൊറോക്കോയുടെ തലസ്ഥാനം. അപ്പോൾ രാജ്യത്തെ പ്രായം കുറഞ്ഞ പൈലറ്റാണ് സമൈറ ഹുള്ളൂർ. 2025 ലോക പുസ്തക തലസ്ഥാനമായി തിരഞ്ഞെടുത്തത് റിയോ ഡി ജനീറോ, ബ്രസീൽ. 2026 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ചത് റബാത്ത്, മൊറോക്കോയുടെ തലസ്ഥാനം. ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രി ഫ്രാൻസ്വാ ബൈറൂ. ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ഫ്രാൻസ്വാ ബൈറൂ. ഫ്രാൻസിൻ്റെ നിലവിലെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ. ഫ്രാൻസിൻ്റെ നിലവിലെ പ്രസിഡന്റാണ് ഇമ്മാനുവൽ മാക്രോൺ. 2024 25ാമത് പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദ്. 2024 25ാമത് പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദ്. അപ്പോൾ ഫ്രാൻസിൻ്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ഫ്രാൻസ്വാ ബൈറൂ. ഫ്രാൻസിൻ്റെ നിലവിലെ പ്രസിഡന്റാണ് ഇമ്മാനുവൽ മാക്രോൺ. 2024 25ാമത് പത്മപ്രഭ പുരസ്കാരം ലഭിച്ചത് റഫീഖ് അഹമ്മദ്. US ചേംബർ ഓഫ് കൊമേഴ്സ് 2024 ഫെബ്രുവരിയിൽ പുറത്തിറക്കിയ ആഗോള ബൗദ്ധിക സ്വത്തവകാശ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 42. US ചേംബർ ഓഫ് കൊമേഴ്സ് 2024 ഫെബ്രുവരിയിൽ പുറത്തിറക്കിയ ആഗോള ബൗദ്ധിക സ്വത്തവകാശ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് 42. അമേരിക്ക, UK, ഫ്രാൻസ് എന്നിവയാണ് 1, 2, 3 സ്ഥാനങ്ങളിൽ. കാർഷിക സേവനങ്ങൾക്കായി കേരള കൃഷി വകുപ്പ് തയ്യാറാക്കിയ ഏകജാല സംവിധാനം കതിർ. എന്താണ് കതിറിൻ്റെ ഫുൾ ഫോം? കേരള അഗ്രികൾച്ചറൽ ടെക്നോളജി ഹബ് ആൻഡ് ഇൻഫർമേഷൻ റിപ്പോസിറ്ററി. അപ്പോൾ കാർഷിക സേവനങ്ങൾക്കായി കേരള കൃഷി വകുപ്പ് തയ്യാറാക്കിയ ഏകജാല സംവിധാനമാണ് കതിർ അഥവാ കേരള അഗ്രികൾച്ചറൽ ടെക്നോളജി ഹബ് ആൻഡ് ഇൻഫർമേഷൻ റിപ്പോസിറ്ററി. അപ്പോൾ US ചേംബർ ഓഫ് കൊമേഴ്സ് 2024 ഫെബ്രുവരിയിൽ പുറത്തിറക്കിയ ആഗോള ഭൗതിക സ്വത്തവകാശ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 42. അമേരിക്ക, UK, ഫ്രാൻസ് എന്നിവയാണ് 1, 2, 3 സ്ഥാനങ്ങളിൽ. കാർഷിക സേവനങ്ങൾക്കായി കേരള കൃഷി വകുപ്പ് തയ്യാറാക്കിയ ഏകജാലക സംവിധാനമാണ് കതിർ. കതിറിൻ്റെ ഫുൾ ഫോം ആണ് കേരള അഗ്രികൾച്ചറൽ ടെക്നോളജി ഹബ് ആൻഡ് ഇൻഫർമേഷൻ റിപ്പോസിറ്ററി. ജലസ്രോതസ്സുകളുടെയും നീർച്ചാലുകളുടെയും വീണ്ടെടുപ്പ് ലക്ഷ്യമിട്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഹരിത കേരളം മിഷൻ സംഘടിപ്പിക്കുന്ന ജനകീയ ക്യാമ്പയിൻ ഇനി ഞാൻ ഒഴുകട്ടെ. ജലസ്രോതസ്സുകളുടെയും നീർച്ചാലുകളുടെയും വീണ്ടെടുപ്പ് ലക്ഷ്യമിട്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഹരിത കേരളം മിഷൻ സംഘടിപ്പിക്കുന്ന ജനകീയ ക്യാമ്പയിനാണ് ഇനി ഞാൻ ഒഴുകട്ടെ. കേരളത്തെ സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട് സർക്കാർ പ്രഖ്യാപിച്ച ജനകീയ ക്യാമ്പയിൻ മാലിന്യമുക്തം നവകേരളം. കേരളത്തെ സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട് സർക്കാർ പ്രഖ്യാപിച്ച ജനകീയ ക്യാമ്പയിനാണ് മാലിന്യമുക്തം നവകേരളം. അപ്പോൾ ഇനി ഞാൻ ഒഴുകട്ടെ പദ്ധതി എന്താണ്? ജലസ്രോതസ്സുകളുടെയും നീർച്ചാലുകളുടെയും വീണ്ടെടുപ്പ് ലക്ഷ്യമിട്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഹരിത കേരള മിഷൻ സംഘടിപ്പിക്കുന്ന ജനകീയ ക്യാമ്പയിനാണ് ഇനി ഞാൻ ഒഴുകട്ടെ. കേരളത്തെ സമ്പൂർണ്ണ ശുചിത്വ സംസ്ഥാനമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ട് സർക്കാർ പ്രഖ്യാപിച്ച ജനകീയ ക്യാമ്പയിനാണ് മാലിന്യമുക്തം നവകേരളം. അനുര കുമാര ദിസനായകെ ഏതു രാജ്യത്തിൻ്റെ പുതിയ പ്രസിഡന്റായാണ് ചുമതലയേറ്റത്? ശ്രീലങ്ക. അനുര കുമാര ദിസനായകെ ഏതു രാജ്യത്തിൻ്റെ പുതിയ പ്രസിഡന്റായാണ് ചുമതലയേറ്റത്? ശ്രീലങ്ക. 2024 ഡിസംബറിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഫ്രാൻസിൻ്റെ അധീനതയിലുള്ള മയോട്ട് ദ്വീപിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് ചീഡോ ചുഴലിക്കാറ്റ്. 2024 ഡിസംബറിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഫ്രാൻസിൻ്റെ അധീനതയിലുള്ള മയോട്ട് ദ്വീപിൽ നാശം വിതച്ച ചുഴലിക്കാറ്റാണ് ചീഡോ ചുഴലിക്കാറ്റ്.
2024 PT തോമസ് സ്മാരക പുരസ്കാരം ലഭിച്ചത് MD വാസുദേവൻ നായർ. 2024 PT തോമസ് സ്മാരക പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? MD വാസുദേവൻ നായർക്ക്. അപ്പോൾ ശ്രീലങ്കയുടെ പുതിയ പ്രസിഡന്റാണ് അനുര കുമാര ദിസനായകെ. 2024 ഡിസംബറിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഫ്രാൻസിന്റെ അധീനതയിലുള്ള മയോട്ട് ദ്വീപിൽ നാശം വിതച്ച ചുഴലിക്കാറ്റാണ് ചീഡോ ചുഴലിക്കാറ്റ്. 2024 PT തോമസ് സ്മാരക പുരസ്കാരം ലഭിച്ചത് MD വാസുദേവൻ നായർ. 2024 ഇന്ത്യൻ അണ്ടർ-19 ഏഷ്യ കപ്പ് വേദി മലേഷ്യ. 2024 ഇന്ത്യൻ അണ്ടർ-19 ഏഷ്യ കപ്പ് വേദിയാണ് മലേഷ്യ. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ ആദ്യത്തെ ഡയബറ്റിസ് ബയോബാങ്ക് സ്ഥാപിതമായത് ചെന്നൈ. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ ആദ്യത്തെ ഡയബറ്റിസ് ബയോബാങ്ക് സ്ഥാപിതമായത് ചെന്നൈ. അടുത്തിടെ അന്തരിച്ച ഉസ്താദ് സക്കീർ ഹുസൈൻ ഏതു മേഖലയിൽ പ്രശസ്തനായിരുന്നു? തബല. അടുത്തിടെ അന്തരിച്ച ഉസ്താദ് സക്കീർ ഹുസൈൻ ഏതു മേഖലയിൽ പ്രശസ്തനായിരുന്നു? തബല. അപ്പോൾ 2024 ഇന്ത്യൻ അണ്ടർ-19 ഏഷ്യ കപ്പ് വേദിയാണ് മലേഷ്യ. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ ആദ്യത്തെ ഡയബറ്റിസ് ബയോബാങ്ക് സ്ഥാപിതമായത് ചെന്നൈ. അടുത്തിടെ അന്തരിച്ച ഉസ്താദ് സക്കീർ ഹുസൈൻ ഏതു മേഖലയിൽ പ്രശസ്തനായിരുന്നു? തബല. 2024 ലോക പത്രമാധ്യമ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 159. 2024 ലോക പത്രമാധ്യമ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് 159. ഇന്ത്യൻ നാവികസേനാ മേധാവി ദിനേശ് കുമാർ ത്രിപാഠി. ഇന്ത്യൻ നാവികസേനാ മേധാവിയാണ് ദിനേശ് കുമാർ ത്രിപാഠി. ഇന്ത്യയുടെ നിലവിലെ സംയുക്ത സൈനിക മേധാവി ജനറൽ അനിൽ ചൗഹാൻ. ഇന്ത്യയുടെ നിലവിലെ സംയുക്ത സൈനിക മേധാവിയാണ് ജനറൽ അനിൽ ചൗഹാൻ. അപ്പോൾ 2024 ലോക പത്രമാധ്യമ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 159. ഇന്ത്യൻ നാവികസേനാ മേധാവിയാണ് ദിനേശ് കുമാർ ത്രിപാഠി. ഇന്ത്യയുടെ നിലവിലെ സംയുക്ത സൈനിക മേധാവിയാണ് ജനറൽ അനിൽ ചൗഹാൻ. കേരളത്തിലെ ഇപ്പോഴത്തെ നിയമമന്ത്രി പി രാജീവ്. കേരളത്തിലെ ഇപ്പോഴത്തെ നിയമമന്ത്രിയാണ് പി രാജീവ്. കേരളത്തിൽ വനിതകൾക്കായുള്ള ഫുട്ബോൾ അക്കാദമി സ്ഥാപിക്കുന്നത് എവിടെ? എറണാകുളം. കേരളത്തിൽ വനിതകൾക്കായുള്ള ഫുട്ബോൾ അക്കാദമി സ്ഥാപിക്കുന്നത് എവിടെ? എറണാകുളം. മികച്ച കായിക താരത്തിനുള്ള 2024 36ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച ട്രിപ്പിൾ ജമ്പ് താരം ഒളിമ്പ്യൻ അബ്ദുള്ള അബൂബക്കർ. മികച്ച കായിക താരത്തിനുള്ള 2024 36ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച ട്രിപ്പിൾ ജമ്പ് താരമാണ് ഒളിമ്പ്യൻ അബ്ദുള്ള അബൂബക്കർ. അപ്പോൾ കേരളത്തിലെ നിലവിലെ നിയമമന്ത്രിയാണ് പി രാജീവ്. കേരളത്തിൽ വനിതകൾക്കായുള്ള ഫുട്ബോൾ അക്കാദമി സ്ഥാപിക്കുന്നത് എറണാകുളം. മികച്ച കായിക താരത്തിനുള്ള 2024 36ാമത് ജിമ്മി ജോർജ് ഫൗണ്ടേഷൻ അവാർഡ് ലഭിച്ച ട്രിപ്പിൾ ജമ്പ് താരമാണ് ഒളിമ്പ്യൻ അബ്ദുള്ള അബൂബക്കർ. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം 3ാം പതിപ്പിനോടനുബന്ധിച്ച് നൽകുന്ന നിയമസഭാ അവാർഡിന് അർഹനായത് എം മുകുന്ദൻ. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം 3ാം പതിപ്പിനോടനുബന്ധിച്ച് നൽകുന്ന നിയമസഭാ അവാർഡിന് അർഹനായത് എം മുകുന്ദൻ. 2024 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ദക്ഷിണ കൊറിയൻ എഴുത്തുകാരി ആരാണ്? ഹാൻ കാങ്. 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ദക്ഷിണ കൊറിയൻ എഴുത്തുകാരൻ ആരാണ്? ഹാൻ കാങ്. കേരള നിയമസഭ അന്താരാഷ്ട്ര പുസ്തകോത്സവം 3ാം പതിപ്പിനോടനുബന്ധിച്ച് നൽകുന്ന നിയമസഭാ അവാർഡിന് അർഹനായത് എം മുകുന്ദൻ. 2024 സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയാണ് ഹാൻ കാങ്. സ്കൂൾ ബസ്സുകളുടെ സഞ്ചാരം രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് പുതിയതായി കൊണ്ടുവന്ന ആപ്പ് വിദ്യാവാഹൻ. സ്കൂൾ ബസ്സുകളുടെ സഞ്ചാരം രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് പുതിയതായി കൊണ്ടുവന്ന ആപ്പാണ് വിദ്യാവാഹൻ. ആദിവാസി ഊരുകളിൽ നിന്നും കുട്ടികളെ സ്കൂളുകളിൽ എത്തിക്കാനുള്ള പദ്ധതി ഗോത്രസാരഥി. ആദിവാസി ഊരുകളിൽ നിന്നും കുട്ടികളെ സ്കൂളുകളിൽ എത്തിക്കാനുള്ള പദ്ധതിയാണ് ഗോത്രസാരഥി. അപ്പോൾ സ്കൂൾ ബസ്സുകളുടെ സഞ്ചാരം രക്ഷിതാക്കൾക്ക് മനസ്സിലാക്കാൻ മോട്ടോർ വാഹന വകുപ്പ് പുതിയതായി കൊണ്ടുവന്ന ആപ്പാണ് വിദ്യാവാഹൻ. ആദിവാസി ഊരുകളിൽ നിന്നും കുട്ടികളെ സ്കൂളുകളിൽ എത്തിക്കാനുള്ള പദ്ധതി ഏതാണ്? ഗോത്രസാരഥി. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച മുൻ ചീഫ് സെക്രട്ടറിയും കവിയും ഗാനരചയിതാവുമായ വ്യക്തി കെ ജയകുമാർ. പിങ്ങള കേശിനി എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച മുൻ ചീഫ് സെക്രട്ടറിയും കവിയും ഗാനരചയിതാവുമായ വ്യക്തിയാണ് കെ ജയകുമാർ. പിങ്ങള കേശിനി എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്.
ആട്ടം എന്ന ദേശീയ അവാർഡ് നേടിയ ചിത്രത്തിൻ്റെ സംവിധായകൻ? ആനന്ദ് ഏകർഷി. ആട്ടം എന്ന ദേശീയ അവാർഡ് നേടിയ ചിത്രത്തിൻ്റെ സംവിധായകനാണ് ആനന്ദ് ഏകർഷി. 45ാമത് ചെസ് ഒളിമ്പ്യാഡ് നടന്ന സ്ഥലം? ബുഡാപെസ്റ്റ്. 45ാമത് ചെസ് ഒളിമ്പ്യാഡ് നടന്ന സ്ഥലമാണ് ബുഡാപെസ്റ്റ്. ഒന്നുകൂടെ നോക്കാം. 2024 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച മുൻ ചീഫ് സെക്രട്ടറിയും കവിയും ഗാനരചയിതാവുമായ വ്യക്തിയാണ് കെ ജയകുമാർ. പിങ്ങളകേശിനി എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ആട്ടം എന്ന ദേശീയ അവാർഡ് നേടിയ ചിത്രത്തിൻ്റെ സംവിധായകനാണ് ആനന്ദ് ഏകർഷി. 45ാമത് ചെസ് ഒളിമ്പ്യാഡ് നടന്ന സ്ഥലമാണ് ബുഡാപെസ്റ്റ്.